ഹായ് ഹലോ, ഇന്ന് നമുക്ക് പനീർ ബട്ടർ മസാല എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിന് ഞാൻ 250 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, കാരണം ഞാൻ ഫ്രീസ് ചെയ്തിട്ടാണ് പനീർ വെച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് അപ്പോൾ അതൊരു 2-3 മിനിറ്റ് നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കാം. വളരെ നൈസായിട്ട് വേണം ചോപ്പ് ചെയ്യാൻ. ഒരു പച്ചമുളകിനെ തന്നെ 3 കീറലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. 2 വലിയ സവാള ചോപ്പ് ചെയ്തെടുക്കാം. വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. 2 തക്കാളി അതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. തീരെ വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ അതിൽ കുറച്ച് ചെറിയൊരു ഭാഗം ഞാൻ ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ മെൽറ്റായതിന് ശേഷം നമുക്ക് പനീർ, നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. അത് ഒരു ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു 1 or 2 മിനിറ്റ്സ് വഴറ്റിയെടുത്താൽ മതി. അതൊന്ന് റോസ്റ്റായിട്ട് ചെയ്യുമ്പം പനീർ ബട്ടർ മസാല ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. റോസ്റ്റായി പനീർ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിൽ തന്നെ ഒരു 25 ഗ്രാം ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇട്ട് ഞാൻ ആദ്യം തന്നെ വഴറ്റിയെടുക്കുകയാണ്. ഇനി സവാള, നേരത്തെ അരിഞ്ഞ് 2 സവാള ചോപ്പ് ചെയ്തത് ഇതേപോലെ വഴറ്റിയെടുക്കുക. ഈ വഴറ്റുന്ന സമയത്ത് കുറച്ച് സമയം എടുത്തിട്ട് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാനിപ്പോൾ വഴറ്റിയിട്ടുണ്ട്. കാരണം ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ തീരെ വെള്ളം ഒഴിക്കാതെ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. അങ്ങനെ എല്ലാം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പേസ്റ്റും വേസ്റ്റായി പോവാത്ത രീതിയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് നല്ല ഭാഗവും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന ഒന്ന് നന്നായിട്ട് വറ്റി കുറുകി കിട്ടണം. നമുക്കിത് വെള്ളത്തോട് കൂടിയിട്ടല്ല, നന്നായിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരണം. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനങ്ങനെ അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയമാണ് എടുക്കുന്നത്. ഇതൊന്ന് ഇതേപോലെ ഒന്ന് എണ്ണ വറ്റി തെളിഞ്ഞ് വരാൻ. ഇനി 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റി എടുക്കണം. ഇതേപോലെ ഇപ്പോൾ നേരത്തെ വെള്ളം എല്ലാം വറ്റി നമുക്ക് നല്ല ഓയിൽ ഫ്ലോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി 3 കപ്പ് നല്ല ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് ഇതേപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. നേരത്തെ ക്യൂബായിട്ടുള്ള പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് സമയം ഒന്ന് പനീർ കുക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് കസൂരി മീറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഫ്രഷ് ക്രീമാണ് ആവശ്യം. ഒരു ചെറിയ കപ്പിൻ്റെ ഫ്രഷ് ക്രീം, ഒരു 3 ടേബിൾ സ്പൂണാണ് ഫ്രഷ് ക്രീം ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ജീരകം പൊടിച്ചതാണ്, ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും പിന്നെ കുറച്ച് പഞ്ചസാര, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. വല്ലാതെ മധുരം ആവാതിരിക്കാൻ വേണ്ടി ഞാൻ 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്. അത് ആവശ്യത്തിനുള്ള ഗരം മസാല ചേർത്താൽ മതി ലാസ്റ്റ്. അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ചുകൂടെ കസൂരി മീറ്റ് ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടി കസൂരി മീറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇനി ഒരു ക്യൂബ്
ബട്ടറും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ 50 ഗ്രാം ബട്ടറാണ് ഞാൻ ഇതിന് ചേർത്തിട്ടുള്ളത്. വേറെ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. പനീർ ബട്ടർ മസാല ആയതുകൊണ്ട് തന്നെ ഞാൻ ബട്ടർ മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടും നമുക്ക് ചെയ്യാം. ടേസ്റ്റിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ജീര റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.